തമിഴ്നാടിന്റെ അധികാരം പിടിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഉലകനായകനൊടുവിൽ DMKയുടെ കനിവിൽ രാജ്യസഭയിലേക്ക്. ജൂലൈയിൽ ഒഴിവ് വരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ കമൽഹാസൻ മത്സരിക്കും. DMKയുമായി ഉണ്ടാക്കിയ ധാരണയിലാണ് കമൽഹാസൻ രാജ്യസഭാംഗമാവുന്നത്. തമിഴ് സൂപ്പർ താരം വിജയ് തമിഴക വെട്രി കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചതോടെ DMK കൂടുതൽ കരുതലോടെയാണ് രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകാര്യതയില്ലെങ്കിലും സിനിമാസ്വാദകരിൽ ഏറെ സ്വാധീനമുള്ള താരമാണ് കമൽഹാസൻ. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതും അധികാരത്തിന്റെ സോപാനത്തിലേക്ക് എത്തുന്നതുമെല്ലാം തമിഴിലും തെലുങ്കിലും ഒരു സ്ഥിര വാർത്തയായിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയം എന്നും സിനിമയുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. DMKയും AIDMKയും തുടങ്ങി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സിനിമയാണ് അടിസ്ഥാന ശക്തി. MGRും ജയലളിതയും കരുണാനിധിയും ഒക്കെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിമാരായതും സിനിമാ ആരാധകരുടെ കരുത്തിൽ തന്നെ. നടൻ വിജയകാന്ത് DMDK എന്നൊരു പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ഭരണ നേതൃത്വത്തിൽ എത്താൻ കഴിഞ്ഞില്ല. വിജയകാന്തിന്റെ മരണത്തോടെ DMDKയും തമിഴ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി. സ്റ്റൈൽ മന്നൻ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നടത്തിയ നീക്കങ്ങൾ പുതിയൊരു രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ നിരത്തി രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ നീക്കത്തിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവായതോടെ DMKയ്ക്കും ആശ്വാസമായി. സിനിമയ്ക്കപ്പുറം പൊതുവേദികളിൽ എവിടെയും പ്രത്യക്ഷപ്പെടാതിരുന്ന രജനിയുടെ രാഷ്ട്രീയ പ്രഖ്യാപന നീക്കത്തെ തമിഴ് രാഷ്ട്രീയം ഏറെ ഭയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. BJPയുടെ ദേശീയ നേതൃത്വത്തിന് രജനീകാന്തിനെ രാജ്യസഭയിൽ എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ രജനീകാന്ത് ആർക്കും പിടികൊടുക്കാതെ മാറി നടന്നപ്പോൾ മക്കൾ നീതി മയ്യവുമായി ഉലകനായകൻ കമൽഹാസൻ വരുന്ന കാഴ്ചയാണ് തമിഴ് മക്കൾ കണ്ടത്. സിനിമ പോലെ മക്കൾ നീതി മയ്യത്തെ സൂപ്പർ ഹിറ്റാക്കാൻ കമൽഹാസന് കഴിഞ്ഞില്ല. പൊളിറ്റിക്കൽ തിയേറ്ററിൽ കമലിന്റെ മക്കൾ നീതിമയ്യം തലകുത്തി വീണു. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയ് വൻ ലോഞ്ച് നടത്തിയതോടെ മക്കൾ നീതിമയ്യത്തിന് വേരുറപ്പിക്കാനുള്ള സാധ്യതയും അടഞ്ഞു. വിജയ് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത്. ഇത് DMKയെ ഏറെ അലോസരപ്പെടുത്തുന്ന നീക്കമാണ്.